Hey everyone and welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാംഗോ ഐസ്ക്രീം മിൽക്ക് ഷേക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് ഒരു പഴം, ഞാനിവിടെ റോബസ്റ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് വെക്കുക. ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു മിൽക്ക് ഷേക്കിനുള്ളതാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതാണുള്ളതെങ്കിൽ അതായാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കാഷ്നട്ട് ആഡ് ചെയ്യാം, ആൽമണ്ട്സ് ആഡ് ചെയ്യാം, അതുപോലെ കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം, എന്താണെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പാലൊഴിക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാംഗോ ഐസ്ക്രീം ആഡ് ചെയ്യാം. ഞാനൊരു 2 സ്കൂപ്പ് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മീഡിയം സൈസ് സ്കൂപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം 2 സ്കൂപ്പ് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തു, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു.